Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. TOB ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഇതാ ഇവിടെ ഈ TOB ക്ലാസ് റൂം സന്നിഹിതരാണ്. ഇവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്വയംഭോഗം, ആ തിന്മ, അതിൻ്റെ അധാർമികത, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാൻ പറ്റും, ഇങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള ചോദ്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. പരിശുദ്ധാത്മാവാണ് നമുക്ക് വലിയ കൃപകൾ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നത്. ഈ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൂടെ ധാരാളം ചിന്തകൾ കടന്നു പോകുന്നതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോഴേ നമ്മൾ പറഞ്ഞതുപോലെ സ്വയംഭോഗം ഒരു വലിയ തിന്മയായിട്ട്, ഒരു വലിയ ഒരു അഡിക്ഷനായിട്ട് ഇന്നത്തെ തലമുറയും അതുപോലെ ധാരാളം ആളുകൾ, അത് വിവാഹം കഴിച്ചവരാകാം, വിവാഹത്തിന് മുമ്പുള്ളവരാകാം, ചെറുപ്പക്കാരാകാം, ധാരാളം ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോഴത് ഏറ്റവും ഇന്ന് നമുക്ക് അത്യാവശ്യമുള്ള ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ തിയോളജി ഓഫ് ദ ബോഡിയുടെ ആ ലെൻസിലൂടെ നമുക്കതിനെ കൂടുതൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കാം ഒരുമിച്ച്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് ഈ സ്വയംഭോഗം അത് ഒരു വലിയ തിന്മയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ കോളേജുകളിൽ പഠിക്കുന്നവരുണ്ട്, ക്യാമ്പസുകളിലുണ്ട്, വിവാഹം കഴിച്ചവരുണ്ട്, പല കാറ്റഗറി ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? തെറ്റാന്ന് തോന്നുന്നു. തെറ്റോ ശരിയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരുപക്ഷെ കുടുംബജീവിതക്കാർക്ക്, കുടുംബത്തെ ഒത്തിരി ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്നവർക്ക്, ചെറുപ്പക്കാർക്ക് അവരെ ഇത് വളരെ നെഗറ്റീവായിട്ട് അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ഇത് തോന്നുന്നു നിങ്ങൾക്ക്? നിങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്നവരെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? വളരെ അധികമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്, അവരുടെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. മറ്റുള്ളവരോടൊക്കെ പെരുമാറുമ്പോഴത്തേനും അവരുടെ ചിന്തയൊക്കെ മാറിപ്പോകുന്നു, അങ്ങനെയൊക്കെ പറയലുണ്ട്. അപ്പോൾ ഒത്തിരി നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും പ്രത്യാഘാതങ്ങളും അതുണ്ടാക്കുന്നുണ്ട്. വേറെ സെബിൻ? ചിലർക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. ഇതൊരു വലിയൊരു പോയിൻ്റാണ് സെബിൻ പറഞ്ഞത്. ഇത് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ചിലർക്കൊന്നും ഇത് ഒരു തെറ്റായിട്ടോ ഇതൊരു മോശപ്പെട്ട കാര്യമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അതും ഇതിൻ്റെ ഒരു വലിയ തിന്മയുടെ വലിയൊരു വശമാണ് ഇതിൻ്റെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ
വിദ്യാർത്ഥി ആ ഒരു സ്റ്റേജിൽ വരുമ്പോൾ അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ അവരൊരു കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതോ ഒന്നും അതിനെക്കുറിച്ചൊരു ബോധ്യങ്ങളൊന്നും ഇല്ലാതെ അന്നേരം കാണുന്ന ഒരു അവസ്ഥ മാത്രം. ഓക്കെ, വെറും ഒരു വികാര ആവേശം കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെയാണ് താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം കിട്ടാനായിട്ടുള്ള ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വെറും പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു സവിശേഷതയല്ല, ഇത് സ്ത്രീകളും ഇതിന് അടിമപ്പെട്ടിട്ടുള്ള ധാരാളം കേസുകൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പല വശങ്ങൾ നിങ്ങൾ സംസാരിക്കുകയുണ്ടായി. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പലപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കുമ്പോൾ അവർ പറയാറുള്ള ഇതാണ്, പല സൈക്കോളജിസ്റ്റും പറയുന്നത് ഇതിന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ നമ്മുടെ തലമുറയെ ഒരുപാട് മിസ്ഗൈഡ് ചെയ്യുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് സൈക്കോളജിസ്റ്റ് അല്ലെ ഡോക്ടേഴ്സ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ പറയുണ്ടായി, ഒരു ഡോക്ടർ പറഞ്ഞു ഇത് ചെയ്തില്ല എങ്കിൽ അതിനൊത്തിരി ബാഡ് എഫക്ട്സ് ഉണ്ടെന്ന് ജീവിതത്തിൽ. അതായത് പ്രായപൂർത്തിയാവുമ്പോൾ അവർ സ്വയംഭോഗം ചെയ്തില്ല എങ്കിൽ അതിന് തിക്തഫലങ്ങളുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ സെക്യുലർ കൾച്ചർ വളരെ വികലമായിട്ട് ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങളും പഠനങ്ങളും ഇത് മാത്രമേ നമ്മുടെ കുട്ടികൾക്കോ അല്ലെ നമ്മുടെ ജനറേഷന് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇതാണ്, ആര് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇതിനെ വളരെ വസ്തുനിഷ്ഠമായിട്ട് ബയോളജിക്കലായിട്ട് തന്നെ നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് തിക്തഫലങ്ങൾ ഇതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം സ്വയംഭോഗത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സഭയുടെ പഠനം ഇതാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2352. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കാണാവുന്നതാണ്. അത് ഒരാൾ വായിക്കാവോ? അത് സ്വയംഭോഗം അന്തർലീനമായും ഗുരുതരമായും ക്രമരഹിതമായ പ്രവർത്തനമാണ്. ലൈംഗിക ഫാക്കൽറ്റിയുടെ മനഃപൂർവമായ ഉപയോഗം ഒരു കാരണവശാലും വിവാഹത്തിന് പുറത്തുള്ളത് അതിൻ്റെ ഉദ്ദേശത്തിന് വിരുദ്ധമാണ്. കാരണം ലൈംഗിക ബന്ധത്തിന് പുറത്താണ് ലൈംഗിക സുഖം തേടുന്നത്. അത് ധാർമ്മിക ക്രമം ആവശ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ ചില പോയിന്റ്സ് ഇതാണ്. ഒന്ന്, ഇത് ഒരു വലിയ ഡിസോർഡറാണ്, ഡിസോർഡേർഡ് പാഷനാണ്. അപ്പം നമ്മൾ റൈറ്റ് ഓർഡറിലാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അട്രാക്ഷൻ, അവർ തമ്മിൽ വിവാഹത്തിലൂടെ വൺ ഫ്ലഷ് യൂണിയൻ, ഇതൊക്കെ ദൈവം ക്രമപ്പെടുത്തിയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ ഇതിന് വിപരീതമായിട്ട് സെൽഫ് ഇൻ്റലിജൻസ്, അപ്പോൾ എനിക്ക് എന്നെ തന്നെ പല രീതിയിൽ സുഖം തേടാനുള്ള മാർഗങ്ങൾ എൻ്റെ ജെനിറ്റൽസിലൂടെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതാണ് ഇത് സെൽഫ് സെൻറ്റേർഡായിട്ടുള്ള എൻ്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് പലപ്പോഴും ഈ മാസ്റ്റർബേഷനെ കരുതുന്നത്. അപ്പോൾ ഇത് ഒരു ഡിസോർഡറാണ്. നേരെ പോകേണ്ട ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഡിറക്ഷൻ, അത് വേറൊരു ഡിറക്ഷനിലേക്ക്. ഏത് ഡിറക്ഷനിലേക്കാണ്? ഇതോ നമ്മുടെ വികാരങ്ങളെല്ലാം ഓപ്പോസിറ്റ് സെക്സിലേക്ക് വിവാഹത്തിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുവാനും വിവാഹത്തിലൂടെ അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിവാഹം ദൈവം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് നമ്മൾ പറയുന്നത്. ലോകത്തിലെ വിവാഹം ഒരു സമുദായമോ ഒരു സംവിധാനമോ ഒന്നുമല്ല, ദൈവമാണ് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിവാഹം ഡിസൈൻ ചെയ്തതും വിവാഹം ബ്ലെസ് ചെയ്തതും ഒക്കെ. അപ്പോൾ ഈ ഡിറക്ഷനിലേക്ക് പോകേണ്ടതിന് പകരം ഏതാണ് ഡിറക്ഷനിലേക്ക് വരുന്നത്? ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക്, നമ്മളിലേക്ക് തന്നെ നമ്മുടെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി, നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രക്രിയകൾ. അപ്പോൾ അതിനൊരു മോറൽ ഡിസോർഡർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു ധാർമ്മികമായ ഒരു ഡിസോർഡർ അവിടെയുണ്ട്. കാരണം നമ്മൾ നേരെ പോകേണ്ടതിന് പകരം നമ്മൾ റോങ് ഡിറക്ഷനിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഡിസോർഡർ അവിടെയുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ സയൻസ് പറയുന്നത് നമുക്ക് നോക്കാം. അവിടെ ഒന്ന് നോക്കിയേ നിങ്ങളുടെ സ്ലൈഡിൽ. സ്വയംഭോഗത്തോടുള്ള ആസക്തി ശരീരത്തിൽ ധാരാളം ജൈവപരമായ ബയോളജിക്കൽ മാറ്റങ്ങൾക്ക് കാരണമാകും. വളരെയധികം സ്വയംഭോഗം ചെയ്യുന്നവരും സ്വയം സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തിക്ക് അടിമകളുമായ പുരുഷന്മാർ മയക്കുമരുന്നിന് അടിമകളായവരെ പോലെയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഡ്രഗ് അഡിക്ഷൻ പോലെ ഇത് അഡിക്റ്റഡ് ആകാനുള്ള
എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കണം, ഒരു സൈഡിൽ സൈക്കോളജിസ്റ്റ് പറയുന്നു ഇത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ അങ്ങ് കെട്ടിവെക്കാതെ തുറന്നുവിട്, നിങ്ങൾ റിലീവ് യുവർ ടെൻഷൻ, അതാണ് അവർ പറയുന്ന ഒരു കാരണം. പക്ഷെ വേറൊരു അവസരത്തിൽ അവരേ തന്നെ സയൻറ്റിസ്റ്റ് പറയുന്നു ഇത് കാലക്രമേണ നമ്മൾ സാധാരണ ഇന്ന് കാണുന്ന ഡ്രഗ് അഡിക്ഷൻ പോലെ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ശരീരത്തിൽ, ബയോളജിയിൽ ഇത് മാറ്റങ്ങൾ വരുത്തുമെന്നാണ്. അതാണ് ഇവിടെ ആൽവിൻ പറഞ്ഞത്. പലർക്കും കോൺസെൻട്രേഷൻ തെറ്റുന്നു, അതൊക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. കോൺസെൻട്രേഷൻ തെറ്റുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, വേറൊരാളെ കാണുമ്പോൾ മറ്റ് പലതരത്തിലുള്ള ചിന്തകൾ വരുന്നു, ഗിൽട്ട് കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിലെല്ലാം ധാരാളം ഈ തരത്തിലുള്ള ബയോളജിക്കൽ ഡിഫറൻസസ്, സൈക്കോളജിക്കൽ ഡിഫറൻസസ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതാണ് സയൻസ് പറയുന്നത്. ഇനിയും സയൻസ് പറയുന്ന ഇതെല്ലാം ബയോളജി പറയുന്നതാണ്. ദേ അങ്ങോട്ട് നോക്കിയേ, ഒന്ന് വായിക്കാവോ? ആരെങ്കിലും ഒന്ന് വായിക്കാവോ? സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർശ്വഫലങ്ങളിൽ ഒന്നാണ് ഉദാഹരണക്കുറവ്, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അതായത് ഇവരെ സ്വയംഭോഗത്തിന് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നോർമലായിട്ട് വിവാഹ ബന്ധത്തിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള അവരുടെ കഴിവുകൾ അത് കുറഞ്ഞു പോകും, നശിച്ചു പോകും. ഉദ്ധാരണ ശക്തി തന്നെ കാലക്രമേണ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വയംഭോഗം നിങ്ങളുടെ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ പഠനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കും. ഇതെല്ലാം പല സർവേകളിലായിട്ട് ലോകത്തിൽ പല റിസർച്ച് നടത്തിയ സയൻറ്റിസ്റ്റുകൾ അവർ പറഞ്ഞിരിക്കുന്ന പോയിൻ്റുകളാണിത്. ഇപ്പോൾ പലതരത്തിൽ നമ്മുടെ ജീവിത മേഖലകളിൽ, ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ് ആ മേഖലയിൽ, അല്ലെ പഠിക്കുന്നവരാണ് ആ മേഖലയിൽ, കുടുംബജീവിതക്കാരുടെ അവരുടെ മേഖലയിൽ, അങ്ങനെ എല്ലാ തലത്തിലും മനുഷ്യനെ അങ്ങേയറ്റം ഇതിൻ്റെ ആ ബാഡ് ഇമ്പാക്റ്റ്, ഇതിൻ്റെ ആ ഒരു നശീകരണ ശക്തി ഒത്തിരിയേറെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ പലരും നമ്മുടെ ഈ എപ്പിസോഡുകളൊക്കെ പലതിനെക്കുറിച്ചും, സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും തുടർന്നുള്ള പല എപ്പിസോഡുകളും ഒക്കെ കണ്ടതിന് ശേഷം പലരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക, അവർ മെസ്സേജൊക്കെ അയക്കുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കുന്നൊരു ചെറുപ്പക്കാരന് ആത്മഹത്യയുടെ വക്കിൽ വരെ, കാരണം പറയുന്നത് ഫ്രസ്ട്രേഷനാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങ് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. അത്രത്തോളം ഈ സ്വയംഭോഗത്തിന് അങ്ങ് അടിമപ്പെട്ട ആ വ്യക്തി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ശരിക്ക് ഒരു കാര്യത്തിലും അങ്ങോട്ട് ഇൻട്രസ്റ്റ് വരുന്നില്ല. അപ്പം അവസാനം ജീവിതം അവസാനിപ്പിക്കുക തന്നെയാണ് നല്ലത് എന്ന് വരെ ചിന്തിച്ച് എഴുതിയിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മളത്ര ഒരു സിമ്പിൾ കാര്യമായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് തുടങ്ങുമ്പോൾ. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് കുറേ ചെറുപ്പക്കാർക്ക് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു 10,500 ചെറുപ്പക്കാരുള്ള ഒരു കോളേജിലാണ്. അപ്പോൾ അവിടെ നിന്ന് പലരും എൻ്റെ അടുത്ത് ഈ ക്ലാസ്, ഞാൻ അവിടെ ഈ പോണോഗ്രഫിയെക്കുറിച്ചും മാസ്റ്റർബേഷനെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ചില കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് അങ്ങനെ ഈ പറയുന്ന പോലെ വലിയ മാരകമായിട്ടുള്ള അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയില്ല. മദ്യപാനം നടത്തുന്ന ആളുകൾ ചെറുത് കുടിച്ച് ആരംഭത്തിൽ വല്ലതും തോന്നാറുണ്ടോ? അവർക്ക് തോന്നാറുണ്ടോ? ഒന്നും തോന്നത്തില്ല. അത് കുടിച്ചു, ഒരു രസം, ഒരു ബൂസ് കിട്ടാൻ വേണ്ടി കുടിച്ചു, അത് കഴിഞ്ഞ് പിന്നെയും കൂടുതലായി അഡിക്ഷൻ ലെവലിലേക്ക് വന്നു കഴിയുമ്പോഴാണ് പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അവിടെയൊക്കെയാണ് ആകെ തകരുന്ന ഒരവസ്ഥ. അങ്ങനെ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ ഇത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും സയൻസ് പറയുന്ന വേറൊരു കാര്യം ഒന്ന് വായിച്ചേ. അത് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ പുരുഷന്മാരിൽ അമിതമായ സ്വയംഭോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വയംഭോഗം പിന്നീടുള്ള ഘട്ടത്തിലെ നിരവധി ഗുരുതരമായ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒത്തിരി ന്യൂറോളജിക്കൽ ഡിസോർഡർ ഇതുകൊണ്ടുണ്ടാകാമെന്നവർ പറയുന്നു. അപ്പോൾ മെമ്മറി ലോസ്, അല്ലെങ്കിൽ മോറൽ ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവുകൾ, ബ്രെയിനിലുള്ള കഴിവുകൾ, ഇതൊക്കെ ഇതിനെ വളരെ മോശമായിട്ട് ബാധിക്കാറുണ്ട്.
ലേറ്റർ സ്റ്റേജുകളിൽ, അഡിക്ഷൻ സ്റ്റേജുകളിൽ ഒരുപാട് ഡിസോർഡേഴ്സ് ഇതുണ്ടാക്കാമെന്ന് ഇതെല്ലാം വെറും സയൻസ് പറയുന്നതാണ്. അപ്പോൾ അത് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഈ സയൻസ് പറയുന്നത് ബയോളജിക്കലി ധാരാളം കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഒരു പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നു. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാനൊന്ന് കൊണ്ടുവരികയാണ്. അപ്പം നമ്മുടെ തലച്ചോറിൽ, ബ്രെയിനിൽ അമിതമായ ഒരു കെമിക്കൽ, അത് ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അമിതമായി അത് പുറത്തു വിടുന്നതിനാൽ പലപ്പോഴും നമ്മുടെ മെമ്മറി ലോസ് തന്നെ നമുക്ക് ഉണ്ടാകാം. ആദ്യം ടെമ്പററി മെമ്മറി ലോസ് ആയിരിക്കും, പിന്നെ പെർമനൻ്റ് മെമ്മറി ലോസ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്നത്? നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ നമ്മളിപ്പം പഠിക്കാൻ പറ്റുകയില്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, കണക്റ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ബ്രെയിൻ ഈ ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സൂപ്പർ കമ്പ്യൂട്ടറുകളെക്കാട്ടിലും വിദഗ്ധമായിട്ടാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വീണ്ടും പറയുകയാണ്, നമ്മുടെ ആർക്കിടെക്റ്റ്, ദൈവത്തിൽ വിശ്വസിക്കുവാൻ വേറൊന്നും വേണ്ട, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആ കോംപ്ലെക്സിറ്റി തന്നെ നമ്മളൊന്ന് നോക്കിയാൽ മതി. ബ്രെയിനെ കുറിച്ച് നിങ്ങളൊരു സ്റ്റഡി നടത്തുക, സയൻസ് പറയുന്നത്. ഇത് വേറെ നമുക്കൊന്നും ഒരു പോയിൻ്റ് നമുക്കവിടെ വേണ്ട ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കാൻ. അപ്പോൾ ഇവിടെ ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. അപ്പോൾ ഇതിന് പ്ലഷർ പാത്വേ എന്ന് പറയും. ഒരു ന്യൂറോൺ വേറൊരു ന്യൂറോണുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു ന്യൂറോണിൽ നിന്ന് വേറെ ന്യൂറോണിലേക്ക് ഇങ്ങനെ വളരെ സ്പീഡിൽ പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ട്രാൻസ്മിറ്ററാണ് ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്നത്. അതൊരു കെമിക്കൽ. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കതൊന്ന് വായിക്കാം. നിങ്ങളുടെ തലച്ചോറിലെ കേന്ദ്ര രാസവസ്തുവാണ് ഡോപ്പാമൈൻ. അത് നിങ്ങൾ എങ്ങനെ അനുഭവിക്കുകയും സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നതിനെ നിയന്ത്രിക്കുന്നു. സ്വഭാവത്തെ പ്രചോദിപ്പിക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്നത് പ്ലഷർ പാത്വേസ്, നമുക്ക് പ്ലഷർ തരുന്ന പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ ഡോപ്പാമൈനാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് പ്ലഷർ തരുന്നത് നമ്മളൊന്ന് അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു റിവാർഡ് ഈ ഡോപ്പാമൈൻ തരുന്നത്. എന്താ റിവാർഡ്? നമുക്കൊരു പ്രത്യേക സുഖം തോന്നും അവിടെ. അപ്പം നമ്മൾ ഈ പ്ലഷറൊക്കെ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പ്രത്യേക സുഖം തോന്നും. അപ്പോൾ ഈ വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും അഭികാമ്യമായ പ്രവർത്തനം തേടുന്നതിന് ഇത് കാരണമാകുന്നു. അത് നല്ല അനുഭവം തരുന്നു. അതുകൊണ്ട് എന്താണ് ഇത് വീണ്ടും ചെയ്യുക, നിനക്കൊരു പ്ലഷർ കിട്ടുന്നുണ്ട്, വീണ്ടും ചെയ്യുക. അപ്പോൾ കുറച്ച് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ ഡോപ്പാമൈൻ തന്നെ അത് റീവയർ ചെയ്യും, നമ്മുടെ ബ്രെയിനെ റീവയർ ചെയ്യും. അപ്പോൾ നമുക്ക് ചെറിയ ഒരു പ്രാവശ്യമാണ് 2 പ്രാവശ്യമാണ് മാസ്റ്റർബേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡോപ്പാമൈൻ നമുക്കൊരു ക്രേവിങ് തരും. നീ കൂടുതൽ ചെയ്യുക, നിനക്ക് കൂടുതൽ പ്ലഷർ തരാം. അപ്പോൾ ഇങ്ങനെ ഒരു റിവാർഡിങ് സിസ്റ്റം ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ ഈ കെമിക്കൽ മുഖേന ഇത് വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഡോപ്പാമൈൻ കാരണം, അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും? എക്സസീവ് ഡോപ്പാമൈൻ നമ്മുടെ ബ്രെയിനിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സ്വയംഭോഗം ചെയ്യുന്നവർക്ക് പലപ്പോഴും സയൻസ് പറയുന്ന ഇതാണ്, അവർക്ക് ഭയങ്കര ഉറക്കം അനുഭവപ്പെടുകയാണ്, ഭയങ്കര ഡ്രൗസിനെസ് ആണ് അവർക്ക്. അപ്പോൾ അത് സയൻറ്റിസ്റ്റ് പറയുന്നത് ഈ എക്സസീവ് ഡോപ്പാമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളങ്ങ് ഭയങ്കര ഡ്രൗസി ആയിട്ടിരിക്കുന്ന ഒരു ഫീലിങ്, ഇല്ലെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ആ വ്യക്തികളെ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ സ്വയംഭോഗം ചെയ്യുന്ന ഒരു വ്യക്തി ഭാവനയിലുള്ള മറ്റു വ്യക്തികളെ കണ്ടുകൊണ്ട് ഇവർ സ്വയംഭോഗം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നോക്കി സ്വയംഭോഗം ചെയ്യുമ്പോൾ അത് ശരിക്കും സ്നേഹമാണോ ലസ്റ്റാണോ? സ്നേഹമാണോ? അത് സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണോ? അത് ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം നമ്മളെ തന്നെ അനുഭവിക്കുവാനുള്ള. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് അവസാനം ഇതൊരു വലിയ അഡിക്ഷനിലേക്ക് ആ വ്യക്തി അങ്ങ് പോവുകയാണ്. കാരണം നമുക്ക് ഈ ലെസ്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മളിലെല്ലാം ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവണതയുണ്ട്.
അപ്പോൾ വീണ്ടും വീണ്ടും അത് ചെയ്യുമ്പോൾ ഈ റിവാർഡ് സിസ്റ്റം ഡോപ്പാമൈനും ഒക്കെ നമ്മളോട് പറയുകയാണ് ഇനിയും ചെയ്യും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തി അങ്ങ് അഡിക്റ്റഡ് ആയി മാറും. ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? സ്വയംഭോഗം എന്ന അഡിക്ഷനിൽ നമുക്ക് എങ്ങനെ സ്വയംഭോഗം എന്ന അഡിക്ഷനിൽ നിന്ന് അത് തീർച്ചയായിട്ടും ഞാൻ ആ ഭാഗത്തേക്കാണ് വരുന്നത്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഉൾപ്പെടുത്തി സംസാരിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ അവിടേക്കാണ് വരുന്നത്. ഈ ശക്തമായ ലൈംഗിക വികാരങ്ങളും ആഗ്രഹങ്ങളും ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെ എങ്ങനെയാണ്? അത് ഫസ്റ്റ് സ്റ്റേജ്. അഡിക്ഷനിലേക്ക് വരുന്നു, അതൊരു കാര്യം. അതിനു മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള വലിയ ഒരു വികാരങ്ങളുടെ വേലിയേറ്റം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെയുള്ള വികാരങ്ങൾ നാച്ചുറലാണ് എന്ന് മനസ്സിലാക്കണം. അതിപ്പം നമ്മളിലുള്ള ഹോർമോൺസ് വർക്ക് ചെയ്യുന്നതും അതിൻ്റെ ഡെവലപ്മെൻറ്റും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഇൻട്രൻസിക് പവറാണിത്. ദ കപ്പാസിറ്റി ടു എക്സ്പ്രസ് ലവ്, അതിനാണ് നമ്മൾ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഒരു പക്ഷേ ഉണ്ടാവും. അത് അൺനാച്ചുറൽ അല്ല, വളരെ നാച്ചുറലാണ്. പക്ഷേ അതിനെ നമ്മൾ വെറും അടിച്ചമർത്തി നമ്മൾ ഇതിനെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചാൽ അത് അതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല. പലരും പറയും നമ്മളിതിനെ അടിച്ചമർത്തണം. അപ്പോൾ അത് റിപ്രസ് ചെയ്യുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന അതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല. ഇനിയും രണ്ട്, നമ്മളിതിനെ അങ്ങ് തുറന്നു വിടുകയാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്കിത് വരുന്നു, ഞാനിതിനെ അടിച്ചമർത്തുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല, തുറന്നു വിടുക. തുറന്നു വിട്ടാലാണ് നമ്മളിതിനെ ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതായത് അഡിക്ഷനിലേക്കും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള അധാർമികമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും നമ്മൾ വഴുതി പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അതിനുള്ള സൊല്യൂഷൻ അല്ല. അപ്പോൾ അതിനുള്ള വേറൊരു സൊല്യൂഷൻ നമ്മൾ അവിടെ വായിക്കുകയാണ്. ലൈംഗിക മോഹങ്ങൾ നിയന്ത്രിക്കുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ലൈംഗിക വികാരങ്ങളും മോഹങ്ങളും പ്രലോഭനങ്ങളും പ്രകടമാകുമ്പോൾ അവ അവഗണിക്കാനോ അടിച്ചമർത്താനോ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് നാം അവയെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടതും നമ്മൾ ചെയ്യാൻ മടിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം. ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നു? ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് പീഡകൾ സഹിച്ച് മരിച്ചത്? അത് ക്രിസ്ത്യാനികളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ആളുകൾ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഇനിയും ഈ ലോകത്തിൽ വരാനിരിക്കുന്ന വ്യക്തികൾക്കും കൂടിയാണ്. ജാതി മതഭേദമന്യേ സകല മനുഷ്യർക്കും ഇങ്ങനെയുള്ള തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കഴിവുള്ള ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊരു സത്യമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി, ആ വ്യക്തിയിലേക്ക് നമ്മുടെ ഈ വികാരങ്ങളും അടക്കാൻ സാധിക്കാത്ത, നിയന്ത്രിക്കാൻ സാധിക്കാത്തതായ ഈ അവസ്ഥകളുമൊക്കെ നമ്മളങ്ങ് തുറന്നു കൊടുക്കണം. അതാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട സൊല്യൂഷൻ. അപ്പോൾ ദൈവത്തിന് നമ്മൾക്ക് ഇതങ്ങ് വിട്ടുകൊടുക്കണം. തുറന്ന് ദൈവത്തിങ്കിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. എന്നെയും കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, യു ടേക്ക് കൺട്രോൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ മാത്രമേ ഈ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. നമ്മൾ യെസ് പറഞ്ഞാൽ യെസ്, നോ പറഞ്ഞാൽ നോ. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പം നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് ഇൻ്റലിജൻസിലേക്ക് നമുക്ക് പോകാം. പക്ഷേ എങ്കിൽ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതൊന്ന്. ക്രിസ്ത്യാനികളാണെങ്കിൽ കൂദാശയുടെ കൂടെയുള്ള സ്വീകരണം. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞ ഇതാണ്, കൂദാശകൾ നീ തെറ്റിൽ വീണ്ടും വീണ്ടും വീണു പോയാലും സാരമില്ല, ദൈവത്തിൻ്റെ കരുണയും സ്നേഹത്തിനും അപ്പുറമായിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റുകയല്ല. ഒന്നുമല്ല നമ്മുടെ തിന്മകളോ പാപങ്ങളോ ബന്ധനങ്ങളോ ഈ ദുസ്വഭാവങ്ങളോ അടിമത്തോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അതിലും അപ്പുറമാണ്. അതുകൊണ്ട് നീ വീണ്ടും വീണു പോയാലും നീ ക്രിസ്ത്യാനിയാണെങ്കിൽ നല്ല ഒരു കുമ്പസാരം നടത്തുക. നിന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ കൃപ നിൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകും. പരിശുദ്ധാത്മാവ് നിനക്ക് ശക്തി തരും അതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായിട്ട്. അത് ക്രിസ്ത്യാനികളല്ലാത്ത വ്യക്തികളാണേൽ നിങ്ങൾ ചിന്തിക്കരുത് ക്രിസ്തു ഞങ്ങൾക്കുള്ളതല്ല,
ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളൊന്നും ഞങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് രക്ഷ നേടിത്തന്നത്. അതൊരു പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാകില്ല. ആ ദൈവത്തിങ്കിലേക്ക് ഇത് തുറന്നു കൊടുക്കുക. നിങ്ങളുടെ ഈ വലിയ ഒരു ആസക്തി നിങ്ങൾ തുറന്നു കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കുവാൻ സാധിക്കും. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അതിനുള്ള വേറൊരു സൊല്യൂഷൻ അതാണ്. ഇനിയും നിങ്ങൾ ബൈബിള് വായിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും അല്പസമയം നിങ്ങൾ കൃത്യമായിട്ട് ദൈവവചനം വായിച്ച്, കാരണം വചനങ്ങൾ വളരെയധികം ശക്തി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. അത് വായിച്ച് ധ്യാനിച്ച് നിങ്ങളുടെ ജീവിതാവസ്ഥ നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കുവാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പല തരത്തിലുള്ള ദൈവീകതയിലേക്ക് നിങ്ങൾ വളർന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ നിറയുമ്പോൾ ഇതിനെ നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, വളരെയധികം നമ്മൾ ബാറ്റിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഓവർ നൈറ്റ് കൊണ്ട് നമുക്കിതിൻ്റെ സൊല്യൂഷനോ ഇതിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കാമോ എന്ന് ചിന്തിക്കേണ്ട. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, സ്ഥിരോത്സാഹത്തോടുകൂടി നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ ആർജിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ഈ തിന്മയെ നിഹനിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു കഴിയുമ്പോൾ ഈ തിന്മ നമ്മളിൽ നിന്നും മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ വിവാഹിതം കഴിഞ്ഞാൽ പോലും ഇത് നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ബന്ധങ്ങൾ തകരും. വിവാഹ ജീവിതം തന്നെ ഇതുകൊണ്ട് തകർന്നിട്ടുള്ള അനേകം കേസുകൾ നമുക്കറിയാം. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമാണ് എന്ന് വിചാരിച്ച് നമ്മളതിനെ പുച്ഛിച്ച് തള്ളാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഇതൊരു വലിയ അനുഭവമായിട്ട് ഈ ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളവരെ വഴി നടത്തുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ദൈവവചനം അവിടെ സ്ലൈഡിൽ തരികയാണ്. നമുക്കെല്ലാവർക്കും കൂടെ വായിക്കാം. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ ഈ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ വിവാഹം സ്വർഗത്തിൽ ഉണ്ടോ ഇല്ലയോ, യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, സ്വർഗത്തിൽ വിവാഹം കഴിപ്പിക്കുകയോ ഇല്ല എന്നുള്ളത്, ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കുമോ സ്വർഗത്തിൽ, നമ്മൾ അവിടെ ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ, തുടങ്ങിയ പല നമ്മുടെ സംശയങ്ങൾക്കും ഉത്തരവുമായി അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാത്തിരിക്കുക. സ്വർഗത്തിൽ വിവാഹം ഉണ്ടോ ഇല്ലയോ. John Paul II's Theology of the Body.